ഉണ്ടോ? ഇതാണ് ഐക്യ എന്നുള്ളത്, IKEA. അതാണ് ഐക്യ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അത് ദൂരെയുള്ളൊരു ബോർഡ് ഞാൻ സൂം ചെയ്തൊന്ന് എടുത്തതാണ്. ഒരുപാട് പാർക്കിംഗ് സൗകര്യങ്ങളും മറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇതിൽ എൻട്രൻസിലേക്ക് നമ്മൾ പ്രവേശിക്കും. വലിയൊരു ബിൽഡിംഗ് ആണ് കേട്ടോ, വലിയൊരു ബിൽഡിംഗ് ആണ്. ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു സോഫ സെറ്റ്, അതുപോലെ അതിൻ്റെ ടീപ്പോയി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 90 ദിർഹംസ്. അതൊക്കെ ആ ഒരു തലയണ പോലത്തെ കാര്യത്തിനാണ് തോന്നുന്നു. ഓരോന്നിനും ഓരോ പ്രത്യേക വില ഇട്ടേക്കാണ്. ഇവിടെ ഈ ടീപ്പോയിൽ 295 ദിർഹം. അതുപോലെ ഈ മൊത്തത്തിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ടിന് പ്ലാറ്റ്ഫോമിന് 369 ദിർഹം. ഇതിനൊക്കെ നമ്മളൊരു 23 സംതിങ് കൊണ്ട് ഗുണിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ഏതായാലും നോക്കാം. ഇവിടെ നമ്മൾ വാങ്ങുന്നതിൻ്റെ അപ്പുറം ഇത് ചെയ്ത് വെച്ച ഡെക്കറുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡെക്കറേറ്റ് ചെയ്ത് വെച്ച രീതികൾ, പ്രത്യേകിച്ച് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എല്ലാവരും. അപ്പോൾ അവിടെ വലിയൊരു ഉപകാരപ്പെടും. പാത്രങ്ങൾ വെച്ചത് പോയി നോക്കാം. ഷോറൂമുകളാണ് ഒരുപാട്. ഷോറൂം മീൻസ് ഷോ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലത്ത്. പാത്രങ്ങളും മറ്റും കാണുന്നുണ്ട്. പർച്ചേസിങ് നടക്കുന്നുണ്ട്. ഇതുപോലെ കാണാൻ വന്നവരുണ്ട്. കുട്ടികൾക്കുള്ള വീടാണ്. കുട്ടികൾക്കുള്ള വീട് ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ സ്റ്റഡി റൂം, ലൈറ്റ്സ്, കാര്യങ്ങൾ ഓക്കെ. കുട്ടികൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ബെഡ് കാര്യങ്ങളൊക്കെയാണ്. കട്ടില് എന്താ വെച്ചാൽ ഡയറക്റ്റ് കൊണ്ടുപോയി വെച്ചാൽ മതി. നമുക്ക് റൂമിൽ പ്ലേസ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്കതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. നല്ല ഭംഗിയാണ്, ഒരു എക്സി ലുക്കാണ്. ഇവിടുത്തെ ഒരു സെറ്റപ്പ് ശ്രദ്ധിക്കണേ. അതായത് ഇവിടെ നോട്ട് പാഡ് ഉണ്ട്, നമ്മൾ അളക്കാനുള്ള മീറ്റർ ഉണ്ട്, എഴുതാനുള്ള പെൻസിലുണ്ട്, അളക്കാനുള്ള സ്കെയിലുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ റൂമിൻ്റെ അളവ്, അല്ലെങ്കിൽ റൂമിലേക്ക് കൊണ്ടുപോകേണ്ട വസ്തുക്കളുടെ അളവ് എടുക്കാനോ നമുക്ക് എഴുതി വെക്കാനൊക്കെ ഉള്ളത്. ഇതിലിപ്പോൾ മീറ്ററിന് മാത്രമാണ് അവിടെ 7 ദിർഹം എഴുതി വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ് കണ്ടപ്പോൾ കൗതുകം തോന്നിയപ്പെടുത്തതാണ്. ഇങ്ങനെ റൂം നമുക്ക് കിട്ടിയാൽ, നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാമെന്ന് നമുക്കൊന്ന് ഇതിൽ നോക്കാം. 2795 ദിർഹമാണ് മൊത്തത്തിൽ എന്താ അവിടെ തൂക്കിയിട്ടുള്ളത്. എന്തിനാണ്, കട്ടിലിനാണോ എന്തോ അറിയില്ല. എല്ലാ സെറ്റപ്പും എവിടെ എങ്ങനെ വെക്കാം എന്നൊക്കെ ഉള്ളത് നമുക്കിതിലൂടെ പഠിക്കാം. കണ്ടോ, അവിടെ കുട്ടികൾക്കുള്ള, ചെറിയ കുട്ടികൾക്കുള്ള ബെഡ്റൂമിലെ ബെഡ് സൗകര്യങ്ങൾ, മേക്കപ്പ് പർപ്പസിനുള്ളത്, നമ്മുടെ ഷെൽഫുകൾ, കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള ഒരു റൂം. മറ്റൊരു റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. ഡൈനിങ് ഹായിട്ട് നമ്മൾ ഗസ്റ്റ് റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെയർ, സോഫ, ഇതൊക്കെ ഷെൽഫുകൾ, കാര്യങ്ങൾ അടിപൊളി. ലൈറ്റ്സ് ഡെക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനം. എത്ര കുറച്ച് സ്ഥലത്താണ് ഇത്ര വലിയൊരു അറേഞ്ച്മെൻറ്റ് വരുത്തിയത് നോക്കൂ. ഇനി മനോഹരമായൊരു കിച്ചൺ സെറ്റപ്പ് കണ്ടോളൂ. ഇതാ, ഇവിടെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ നമ്മളെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇത് റെഫ്രിജറേറ്ററാണ്, കണ്ടോ, ഫ്രിഡ്ജാണ്. അതിൻ്റെ ഡോറുകൾക്കൊക്കെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ വേറെ അതിനനുസരിച്ച് പിന്നെ വേറെയുള്ള കാര്യങ്ങളും ഉണ്ട്. കണ്ടോ, കിച്ചൺ സെറ്റപ്പുകൾ. മുകളിലെ ഡോറും തുറന്നു നോക്കാം. അയവ അടിപൊളി. നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിലും ഇതിങ്ങോട്ടാണ് തുറക്കേണ്ടത്. വെച്ച സാധനങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഉപയോഗിക്കുന്ന സ്പൂണ് കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റൗ ആണത്. മറ്റു കാര്യങ്ങൾ സിങ്കിൻ്റെ തൊട്ടടുത്തുള്ള സംവിധാനം ഉണ്ടോ, ഒക്കെ അടിപൊളി. കിച്ചൻ്റെ സെറ്റപ്പ്. പിന്നെ ഏറ്റവും അത്ഭുതം തോന്നി എത്ര ചെറിയൊരു പ്ലേസ് ആണെന്നുള്ളതാണ്. ആ പ്ലേസിൽ ഉപയോഗപ്പെടുത്തിയതാണ്. നമുക്കിങ്ങനെ ഇത്രയും കുറച്ച് സ്ഥലമാണെങ്കിൽ എങ്ങനെ ബാത്റൂമിലേക്കുള്ള വഴി, അല്ലെങ്കിൽ അതിൻ്റെ സെറ്റപ്പ്, ഹാങ്കർ, ഫോട്ടോസൊക്കെ വെച്ചാൽ കണ്ടോ. പിന്നെ മിറർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, തൊട്ടപ്പുറത്ത് ബാത്റൂം, ടോയ്ലറ്റ്, എങ്ങനെ അറിയില്ല, ഗ്ലാസ് വെച്ചിട്ട് പ്രത്യേകം സെപ്പറേറ്റ് തിരിച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, വാഷിംഗ് മെഷീൻ. ഓക്കെ, വളരെ ചെറിയൊരു ബെഡ്റൂമിൻ്റെ ഡെക്കറാണ് ഈ കാണാൻ പോകുന്നത്. ആ പിക്ചറിന് ഒരു കൗതുകമുണ്ട്, അടിപൊളിയാണ്. പിന്നെ
ലൈറ്റ്സ് കണ്ടോ? ഓക്കെ, അടിപൊളി. ഒരു കുഞ്ഞു റൂം നോക്കൂ. ഫോട്ടോസൊക്കെ ചുമരിലൊക്കെ കൊടുത്തിട്ട് ഉണ്ടോ. ഡെക്കറാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എല്ലാം എല്ലാവർക്കും ചെയ്യാൻ കഴിയണമെന്നില്ല, പക്ഷെ അത് വെക്കേണ്ട രീതി പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം ഉണ്ടാവും. കേർട്ടൻസ്, സോഫ, അത് മറ്റു റൂമിലേക്ക് പ്രവേശിച്ചു കേട്ടോ, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ. പിന്നെ ഡൈനിങ് ഹായിട്ട് ഉപയോഗിക്കുന്ന ഓക്കെ, അടിപൊളിയാണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്ക് ഒരുപാട് ഉപകാരം ഉണ്ടാവും. കാരണം എവിടെ ഏത് പൊസിഷനിലാണ് അതിൻ്റെ ഏറ്റവും ഐഡിയപരമായിട്ട് വെക്കാൻ പറ്റുക എന്നുള്ളത്. ഇതൊക്കെ പറയുമ്പോൾ എത്ര അടുത്തടുത്താണ് ഓരോ ഉപകരണങ്ങൾ വെച്ചിട്ടുള്ളത്, പക്ഷേ എവിടെയും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പരസ്പരം നടക്കാനും കാര്യങ്ങളും ഒക്കെ പറ്റുന്ന സംഭവങ്ങളാണ്. മറ്റൊരു സോഫ സെറ്റ്. IKEA എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രത്തോളം സത്യത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല. അടിപൊളിയാണ്. എല്ലാം സ്റ്റഡി പർപ്പസിന് പറ്റുന്നത്. അടുത്തത് നോക്കിക്കോളൂ. ഞാൻ അടുത്തത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓരോ റൂമുകളായിട്ട് തന്നെ കിട്ടുമ്പോൾ അതിൻ്റെതായ സ്ഥലങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുള്ളത് നിങ്ങളുടെ വീടുകളിലൊക്കെ അതുപോലെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. വ്യത്യസ്ത റൂമുകളിലായിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, സോഫ, ലൈറ്റ്സ്, മിറേഴ്സ്, ടീപ്പോയ്, ലൈറ്റ്സ്, എന്താ പ്രത്യേകതര ഇരിപ്പിടങ്ങൾ. നിങ്ങളുടെ 10 മിനിറ്റ് വെറുതെ ആവരുത് എന്നുള്ളത് കൂടി വീഡിയോ എടുക്കുമ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പാർട്ടുകൾ മാത്രം എടുക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഇവിടെ എല്ലാം പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ്. 2 കാര്യങ്ങൾ. ഒന്ന്, പ്രൊഡക്റ്റുകളെ പരിചയപ്പെടുക, അതിൻ്റെ ഭംഗി ആസ്വദിക്കുക. വേറൊന്ന്, അതിൻ്റെ പൊസിഷനുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഡെക്കർ ചെയ്യുക. നമ്മുടെ വീട്ടിലൊക്കെ അലഞ്ഞ് കിടക്കുന്ന അല്ലെങ്കിൽ വെറുതെ ഇട്ടിരിക്കുന്ന പല സാധനങ്ങളുണ്ടാവും. അതൊക്കെ നിശ്ചയ സമയത്ത് അടുക്കി വെച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഭംഗി, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ കഴിയും. ഒക്കെ ഇരിപ്പിടങ്ങളാണ് സെറ്റാക്കി വെച്ചതുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ നാട്ടിലൊക്കെ പോലെ തന്നെ ഓരോ പാർട്ടിനും വില ഇട്ടിരിക്കുകയാണ്. കുഷ്യനുകൾക്ക്, സോഫകൾക്ക്, അതിൽ വെച്ച തലയണകൾക്ക്, ടീപ്പോയ് വേറെ, അങ്ങനെ ഓരോന്നിനും ദിർഹംസ് വേറെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ളത്. പാത്രങ്ങൾ വെക്കുന്ന ഷെൽഫുകളാണ് കാണുന്നത്. പിന്നെ ഒരുപാട് ഭംഗിയുള്ള ഇരിപ്പിടങ്ങൾ, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകം കൊടുത്തിരിക്കുന്നു. ഓക്കെ, സ്റ്റഡി റൂം, ബെഡ്, എല്ലാം ലൈഫിനൊരു അർത്ഥം ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള റൂമിലൊക്കെ കിടന്നുറങ്ങണം. ക്രിസ്മസ് അടുത്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഡെക്കറേറ്റും അവിടെ ചെയ്തിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള ചെയറുകൾ 695 ദിർഹംസ്, 695 ദിർഹംസ് അങ്ങനെ കൊടുത്തിട്ടുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വേറെ സത്യത്തിൽ ഇതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ നമുക്കത് വീഡിയോ എടുത്താൽ മതിയാവില്ല. അത്രയും നല്ല അടിപൊളിയാണ് കേട്ടോ പ്രൊഡക്ട്സ് മുഴുവൻ. കോഫി ടേബിൾസ് ആണ്, ചെറുത് മുതൽ എല്ലാ ടൈപ്പും ഉണ്ട്. ഇരുമ്പിൻ്റെതുണ്ട്, വുഡുണ്ട്, എല്ലാം ഉണ്ട്. അറ്റം വരെ കോഫി ടേബിൾസാണ്. ഒരു ഭംഗി കൂട്ടിയ സംഭവം നോക്കൂ. ബാൽക്കണി, അടിപൊളി. ബാൽക്കണി എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അടിപൊളിയാണ്. മറ്റൊരു മുറി, ബുക്സൊക്കെ അടുക്കി വെച്ചിട്ടുള്ളത്, താഴെയുള്ള ടേബിള്, ഫോട്ടോക്കുള്ള സ്റ്റാൻഡുകൾ, സോഫ സെറ്റ്, ടീപ്പോയ്, ചെയർ, എക്സെട്ര.
മറ്റൊരു റൂം, ബെഡ്റൂം കണ്ടോ, കളർ സെൻസ് ഒക്കെ നോക്കിക്കോളൂ. ഇവിടെ ഭിത്തിയിൽ ഒട്ടിച്ച മനോഹരമായ ചിത്രങ്ങൾ, ഷെൽഫ്, ഡ്രസ്സും മറ്റു ടൂൾസൊക്കെ ഇടാനുള്ള ബോക്സുകൾ ഒക്കെ ഇവിടെയുണ്ട്. മറ്റൊന്ന് ഫാസ്റ്റ് ആക്കാൻ ഒരുപാട് കാണാനുള്ളതുകൊണ്ട് ഫാസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. കിച്ചൺ. ഹായ് ഗൈസ്, ഞാൻ താൽക്കാലികമായിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് പാർട്ട് 1, 2 എന്നുള്ള രീതിയിൽ ഇടാം. എടുക്കുന്നതൊക്കെ ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള മനോഹരമായ രംഗങ്ങളാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്കത് കിട്ടൽ നിർബന്ധമാണല്ലോ. അതുകൊണ്ട് ഞാനിപ്പോൾ താൽക്കാലികമായിട്ട് പാർട്ട് 1 എന്നുള്ള രീതിയിൽ ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാണ്.